അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ, ഞാൻ മൻസൂർ മണ്ണാർക്കാട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുന്നത് ഒരു ഇൻട്രോ ആണ്. ഇതുപോലെ 4 വർഷം മുമ്പ് മൻസൂർ മണ്ണാർക്കാട് എന്ന ചാനലിൽ ഇൻട്രോയുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ വന്നിരുന്നു. എന്നാൽ ഇന്നെൻ്റെ മൻസൂർ മണ്ണാർക്കാട് എന്ന ഒന്നാമത്തെ ചാനലും രണ്ടാമത് റിയാക്റ്റിംഗ് വീഡിയോസ് എന്ന പേരിൽ തുടങ്ങിയ ചാനലും അത് കഴിഞ്ഞ് ട്രൂത്ത് ആൻഡ് മിത്ത് എന്ന പേരിൽ തുടങ്ങിയ ചാനലും അതുപോലെ മൻസൂർ ടോക്ക് ട്രൂത്ത് എന്ന 4 ചാനലുകളും യൂട്യൂബ് ടെർമിനേറ്റ് ചെയ്തിരിക്കുകയാണ്, സസ്പെൻഡ് ചെയ്ത് കളഞ്ഞിരിക്കുകയാണ്. അത് റിയാക്റ്റിംഗ് വീഡിയോസ് എന്ന ചാനലിൽ നിരന്തരമായിക്കൊണ്ട് മുസ്ലിങ്ങൾക്കിടയിൽ മുസ്ലിയാർ വേഷധാരികളായ ചില മായാവിക്കഥകളുമായി തള്ളുകറാമത്തുകളുമായി ആത്മീയ ചൂഷണവുമായി വന്ന ചില മുസ്ലിയാക്കന്മാരുടെ വിടുവായത്വവും പച്ചക്കളവും തുറന്നു കാണിച്ചതിന് ആ വീഡിയോകളെടുത്ത് എൻ്റെ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് നൽകുകയും അതിൻ്റെ ഭാഗമായിക്കൊണ്ട് 4 ചാനലുകളും നിലവിലുള്ള ലൈവായിക്കൊണ്ടിരിക്കുന്ന 4 ചാനലുകളും ടെർമിനേറ്റ് ചെയ്യപ്പെട്ടു. അൽഹംദുലില്ലാഹ്, ഞാൻ വീണ്ടും ചാനലുകൾ തുടങ്ങിയിട്ടുണ്ട്. മുൻപ് എൻ്റെ വീഡിയോകൾ കാണുകയും എൻ്റെ ചാനലുകൾ സ്വീകരിക്കുകയും ചെയ്ത സഹോദരന്മാരുടെ അടുത്ത് പറയുവാനുള്ളത്, മുൻപ് മൻസൂർ മണ്ണാർക്കാട് എന്ന ചാനലിലെ ആദ്യ വീഡിയോ എൻ്റെ ഇൻട്രോ ആയിരുന്നു. അതേ ഇൻട്രോ ഒന്നുകൂടി ആവർത്തിക്കുന്നുണ്ട്. എൻ്റെ പേര് മൻസൂർ അലി എന്നാണ്, മണ്ണാർക്കാട് സ്വദേശിയാണ്. മണ്ണാർക്കാട് നിന്ന് അട്ടപ്പാടി റോഡിന് 1.5 കിലോമീറ്ററോളം യാത്ര ചെയ്താൽ മണലടി എന്ന പ്രദേശത്താണ് ഞാൻ ജീവിക്കുന്നത്. 4 മക്കളും ഭാര്യയും ഉമ്മയും ഉപ്പയും അടങ്ങുന്ന കുടുംബമാണ് എൻ്റെ. ആദ്യം പലതരത്തിലുള്ള ജോലികൾ ചെയ്തിരുന്നു, വിദേശത്ത് ജോലി ചെയ്തിരുന്നു. അതുപോലെ തന്നെ കൊറോണ കാലം വരെ ബേക്കറി ഹോൾസെയിൽ ചെയ്തിരുന്ന വണ്ടിയിൽ ബേക്കറികളിലേക്ക് ബേക്കറി ഐറ്റംസ് ഇറക്കി കൊടുത്തിരുന്ന ഒരാളായിരുന്നു. കൊറോണയോടുക്കനെ എല്ലാ കാര്യങ്ങളും അവതാളത്തിലായി കൊറോണയുടെ അല്ലെങ്കിൽ കോവിഡ്-19 ഒരു ഇരയായിരുന്നു ഞാൻ. എന്നാൽ കോവിഡ്-19 നമ്മുടെ നാട് ഭരിച്ചിരുന്ന കാലത്ത്, ലോക്ക്ഡൗൺ സമയത്ത് പല ആളുകൾക്കും എന്നാൽ കഴിയുന്ന പലതരത്തിലുള്ള, ഞാനന്ന് ഒരു സംഘടനയുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഒരാളാണ്. നിരവധി ആളുകൾ കൊറോണ ബാധിച്ച് മരണപ്പെട്ട നിരവധി ആളുകളുടെ മയ്യത്ത് പരിപാലനത്തിൻ്റെ ഭാഗമായിട്ടും അതുപോലെ തന്നെ പല മേഖലയിലും പല ഭാഗത്തും മൻസൂർ മണ്ണാർക്കാട് എന്ന ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഞാൻ ചെയ്ത ഒരു പോസ്റ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് പല ആളുകളും പേഴ്സണലായിട്ട് ബന്ധപ്പെടുകയും അവർക്ക് എന്നാൽ കഴിയുന്ന, അത് എൻ്റെ പോക്കറ്റിൽ നിന്നും എടുത്തൊന്നും ആയിരുന്നില്ല, നിരവധി സുമനസ്സുകളുടെ സഹായത്തോടെ പല ആളുകൾക്കും സഹായം എത്തിക്കുവാനും ഒക്കെ കഴിഞ്ഞിരുന്നു. ആ ഒരു സമയത്ത് തന്നെയാണ് ആദ്യത്തെ ചാനൽ തുടങ്ങുന്നത്. ആ ചാനലിലൂടെ ആത്മീയ ചൂഷണങ്ങൾ തന്നെയാണ് തുറന്നു കാണിച്ചിരുന്നത്. എന്നാൽ ആനുകാലിക വിഷയങ്ങൾ കൂടി മൻസൂർ മണ്ണാർക്കാട് എന്ന ചാനലിലൂടെ നമ്മൾ കൈകാര്യം ചെയ്തിരുന്നു. പിന്നീട് ആനുകാലിക വിഷയങ്ങളും അതുപോലെ തന്നെ വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങൾ മൻസൂർ മണ്ണാർക്കാട് എന്ന ചാനലിലൂടെ പുറത്തുവിടുകയും ഇസ്ലാമിലെ ആത്മീയ ചൂഷണങ്ങളും കറാമത്ത് ചൂഷണങ്ങളും മായാവി കഥകളും തള്ളിമറിക്കുന്ന ആളുകൾക്കെതിരെ റിയാക്റ്റിംഗ് വീഡിയോസ് എന്ന രണ്ടാമത്തെ ചാനൽ തുടങ്ങുകയും അതോടൊപ്പം ഓൺലൈൻ ആത്മീയ വാണിഭക്കാരെ ഒന്ന് തുറന്നു കാണിക്കുവാൻ വേണ്ടി സത്യവും മിഥ്യയും എന്ന അർത്ഥം വരുന്ന ട്രൂത്ത് ആൻഡ് മിത്ത് എന്ന മൂന്നാമത്തെ ഒരു ചാനൽ കൂടി തുറന്നിരുന്നു. അതോടൊപ്പം ചില വികട സരസ്വതികൾ നമ്മുടെ യുവത്വത്തിന് പലതരത്തിൽ LGBTQ++ പോലെയുള്ളതും അതുപോലെ തന്നെ പലതരത്തിലുള്ള രതിവൈകൃതങ്ങളും മറ്റ് ആഭാസങ്ങളും അതിലൂടെ പോകുമ്പോൾ എല്ലാം ഒരു ചാനലിൽ തന്നെ പറയുക എന്നത് ബുദ്ധിമുട്ടായത് കാരണം മൻസൂർ ടോക്ക് ട്രൂത്ത് എന്ന ഒരു ചാനൽ കൂടി തുടങ്ങിയിരുന്നു. ഈ 4 ചാനലുകളും ലൈവായിരുന്നു. അതിൽ മൻസൂർ മണ്ണാർക്കാട് എന്ന ഒന്നാമത്തെ ചാനലിനെ ഇസ്രായേൽ ഫലസ്തീൻ കോൺഫ്ലിക്റ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് ചില വീഡിയോകൾ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു, ചില സ്ട്രൈക്കുകൾ കാരണമായിക്കൊണ്ട്. എങ്കിലും അതിലൂടെ കഴിയുന്ന വിധത്തിൽ വീഡിയോകൾ പുറത്തുവിട്ടിരുന്നു. ഈ 4 ചാനലിലൂടെയും ദിവസവും വീഡിയോ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് സമയവും ഒരുപാട് കാര്യങ്ങൾ ആവശ്യമായിരുന്നു. മാൻ പവർ, ഞാൻ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും എല്ലാം അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നതും. അതോടൊപ്പം ഇതിന് മറ്റുള്ള കുറേ തിരക്കുകളും ഒക്കെ ഉണ്ട്. നമ്മൾ അന്ന് പറഞ്ഞ അത്രയും പറയുന്നില്ലെങ്കിൽ പോലും ഇനി എനിക്ക് നിങ്ങൾക്ക് മുൻപിൽ സമർപ്പിക്കുവാനുള്ളത് മൻസൂർ മണ്ണാർക്കാട് എന്ന ചാനൽ നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും സമർപ്പിക്കുകയാണ്. വീഡിയോ കാണുന്ന ആളുകൾ, നിങ്ങൾക്ക് ഈ ചാനൽ ഇവിടെ നിലനിൽക്കണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോകൾ
ഈ പ്ലാറ്റ്ഫോമിലൂടെ, അത് യൂട്യൂബിലൂടെ ആവട്ടെ ഫേസ്ബുക്കിലൂടെ ആവട്ടെ, നിങ്ങൾക്ക് മുൻപിൽ എത്തണം, നിലനിൽക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ആരൊക്കെ എത്രയൊക്കെ സ്ട്രൈക്ക് നൽകിയാലും റിപ്പോർട്ടിംഗ് നൽകിയാലും ഇത് അവസാനിപ്പിക്കുവാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് അറിയിക്കുവാനുള്ളത്. അന്ന് പറഞ്ഞിരുന്നു, നാവരിയുന്നത് വരെയും സത്യം പറയുക എന്നുള്ളത്. എൻ്റെ മനസാക്ഷിക്ക് സത്യമെന്ന് ബോധ്യപ്പെട്ട എൻ്റെ ബോധ്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് മുൻപിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയുന്ന കാര്യം തെറ്റാണ് എന്ന് നിങ്ങൾ തെളിയിച്ചാൽ അന്ന് ക്ഷമാപണം, അതും നിരുപാധികം ക്ഷമാപണം പറഞ്ഞ് എൻ്റെ ചാനലുകൾ ഞാൻ തന്നെ ഡിലീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞതാണ്. എന്നാൽ എൻ്റെ വീഡിയോകളിൽ വരുന്ന ചില മൊയ്ലിയാക്കന്മാരുടെ വിവരക്കേടുകൾ തുറന്നു കാണിച്ചതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആളുകൾ അവരോട് ചോദ്യം ചോദിക്കാൻ തുടങ്ങി. അവർക്ക് മറുപടിയില്ലാതെയായി. അവർക്ക് എൻ്റെ വീഡിയോയ്ക്ക് മറുപടി പറയാനും കഴിയാതെയായി. അത് ഞാനൊരു വലിയ അറിവാളിയായിട്ടൊന്നുമല്ല. ഏതൊരു സാധാരണക്കാരനും ആ ആളുകളോട് മുഖത്തു നോക്കി ചോദിക്കാൻ കഴിയുമെങ്കിൽ അവരെല്ലാം വായടച്ചു പോകും. കാര്യം അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പച്ചക്കളവുകൾ തന്നെയാണ്. അള്ളാഹു ഇത്തരം ഷറുകളിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ഇൻഷാ അല്ലാഹ് സത്യം സത്യമായിക്കൊണ്ട് പറയുക എന്നത് എൻ്റെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിനായി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. ഇവിടെ ഞാൻ പറയുന്ന തെറ്റുകൾ ആർക്കും ചൂണ്ടിക്കാണിക്കാം. തെറ്റ് ചൂണ്ടിക്കാണിച്ചാൽ നിരുപാധികം ക്ഷമ പറഞ്ഞുകൊണ്ട് പിൻവലിക്കാൻ, വീഡിയോ അല്ല ചാനൽ തന്നെ പിൻവലിക്കാൻ ഞാൻ തയ്യാറാണ്. ഇനി അതോടൊപ്പം പ്രത്യേകമായിട്ട് നോട്ട് ചെയ്യുക, ഇസ്ലാമിക വിഷയങ്ങൾ പറയുമ്പോൾ പരിശുദ്ധ ഖുർആനോ സ്വഹീഹായ ഹദീസോ അതിന് വിരുദ്ധമായി ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം. ഞാൻ നിരുപാധികം ക്ഷമ പറഞ്ഞ് വീഡിയോ പിൻവലിക്കുവാനും ചാനൽ ഡിലീറ്റ് ചെയ്യുവാനും തയ്യാറാണ്. അതുപോലെ തന്നെ വാർത്താ പ്രാധാന്യമുള്ള കാര്യങ്ങൾ ഇവിടെ കാണിക്കും. സത്യസന്ധമായിക്കൊണ്ട് നിങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവരുന്ന വീഡിയോകൾക്ക് നിങ്ങളാൽ കഴിയുന്ന സപ്പോർട്ട് ചെയ്തുകൊണ്ട് സഹകരിക്കുക, സഹായിക്കുക. ഇൻഷാ അല്ലാഹ് വീണ്ടും കാണാം. ഏതായാലും ചാനൽ റിമൂവ് ചെയ്താലും മൻസൂർ മണ്ണാർക്കാട് ഇവിടെ തന്നെ ഉണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. സൈനിങ് ഔട്ട്, മൻസൂർ മണ്ണാർക്കാട്.